Hello, welcome back to my YouTube. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no. നമ്മളെ വ്ളോഗെന്ന് വെച്ചാൽ 2 ദിവസം മുന്നേ ഞാനൊരു ഉണ്ണിബാബ വ്ളോഗ് എന്നുള്ള യൂട്യൂബറെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അവരെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പം ആ വീഡിയോ കാണാത്തവരായി പോയി കണ്ടാൽ ഈ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അവർ ആ പ്രശ്നങ്ങൾ പബ്ലിക് കേരള എന്ന യൂട്യൂബ് ചാനൽ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം അവർ ഏറ്റെടുത്താൽ പിന്നെ അവർ അത് ആ ഭംഗിയിൽ നമുക്ക് എടുത്തോളും. അപ്പം പാവം ഉണ്ടാവും, ആ ചേച്ചിയും 2 മക്കളും പാവം വെച്ചാൽ പാവം ഉണ്ടാവും. ഞാൻ അവരെ യൂട്യൂബ് ചാനൽ ആദ്യം മുന്നേ കാണുന്ന അതൊരു സബ്സ്ക്രൈബറാണ്. കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ അവരെ യൂട്യൂബ് തുടങ്ങി അവരൊക്കെ വലിയ യൂട്യൂബേഴ്സാണ്. അവരെ യൂട്യൂബ് ചാനൽ അവരെ വീഡിയോസ് ഡെയിലി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്കറിയാം അവരെത്രത്തോളം പാവാണെന്നുള്ളത്. പിന്നെ എല്ലാ ഫാമിലിയിലും ചെറിയ ചെറിയ കുറ്റങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഭാര്യയും ഭർത്താവും തമ്മിലടി ഉണ്ടാവും, അമ്മയും മക്കളും തമ്മിലടി ഉണ്ടാവും, അച്ഛനും മക്കളും തമ്മിലടി ഉണ്ടാവും. അങ്ങനെ ഒരു ഫാമിലി ഇല്ല, അടിയും പ്രശ്നങ്ങളും ഇല്ലാത്ത. പക്ഷേ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ട്, ഒന്നുമല്ല, മീൻസ് ആ ചേച്ചീൻ്റെ ഭർത്താവിൻ്റെ അമ്മ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത്. ആ ചേച്ചി പറഞ്ഞ ആ ചേച്ചീൻ്റെ വീട്ടിലേക്കാണ് ഫസ്റ്റ് അവർ വന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ശരി തന്നെയാണ്. ആ ഇൻ്റർവ്യൂ ചോദിച്ച വ്യക്തിയോട് എനിക്ക് അത്രക്കും ഇതായിപ്പോയി കിട്ടുക. കാരണം അവരൊരു മാനസികാവസ്ഥ ശരിക്കും നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്. അവരോടൊരു ഇൻ്റർവ്യൂ തരുമോ ചോദിക്കാനുള്ള ഈ സാധനം ഇല്ല നിങ്ങൾക്ക്, ഈ കോമൺ സെൻസ് തന്നെ. അവർ ഈ ഒരു സമയത്ത് അവരെന്തിന് ഇൻ്റർവ്യൂ തരുന്നു? അവരാകെ തളർന്ന് നിൽക്കുകയാണ്. എന്താ കാരണം എന്ന് അവർക്കറിയില്ല. പെട്ടെന്നുണ്ടായ ഷോക്ക്. അവരോട് നല്ലോണം സംസാരിച്ചു നിന്ന് വ്യക്തി പെട്ടെന്നാണ് അവർ ഈ ഒരു മരണ വാർത്ത അയക്കുന്നത്. അതിപ്പോൾ നമ്മളെ വീട്ടിൽ ആരായാലും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. നമ്മളെ വീട്ടിൽ ആരായാലും അത് നമ്മൾ ആരും ഓർക്കില്ല. നമ്മളെല്ലാവരും മറ്റുള്ളവരെ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കും. നമ്മളെ കുറ്റങ്ങളും നമ്മളെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ അടുത്തുള്ള വീട്ടിൽ എന്താ സംഭവിക്കുന്നത്, അതാണ് പൊതുവേ നമ്മൾ മലയാളീസിന് എല്ലാവർക്കും ഉള്ളൊരു ചിന്താണത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ആദ്യം തന്നെ കുറച്ച് വീഡിയോ ക്ലിപ്സ് ഉണ്ട്, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾ അതൊന്ന് പോയി കണ്ടുക. എന്നിട്ട് ഞാൻ ആ അമ്മയും മോളും പറയുന്ന വീഡിയോ ക്ലിപ്സ് ഇട്ടിട്ടുള്ളൂ. എനിക്ക് ആ അമ്മ, അതായത് ഭർത്താവിൻ്റെ അമ്മ, അവർ പറയുന്നതിനോട് യാതൊരു യോജിപ്പില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട്, ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ആ ചേച്ചി ഇന്നാണ് അതിൻ്റെ മറുപടി വീഡിയോ ഇട്ടത്. ആ അമ്മ പറയുമ്പം തന്നെ അറിയാം, അമ്മ ഉരുണ്ട് കഴിച്ചിട്ട് ഒപ്പിച്ച് പറയാനുള്ളത്. അപ്പം ആദ്യം നിങ്ങൾ ആ ക്ലിപ്പ് കണ്ടുവാണ്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. 10 മാസം അടിയുണ്ടാക്കിയിട്ടൊക്കെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം, ഇവര് മക്കള് തമ്മിൽ തന്നെ ഈ അമ്മ പൊരുത്തപ്പെട്ട് പോണില്ല. ഞാൻ പറയട്ടെ, ഇവിടെ അവരുടെ സ്വന്തം മക്കളോട് ഒരു ഷീറ്റ് ഇവിടെ ഇരിക്കുന്ന ഒരു ചേച്ചി എടുത്തിട്ട് വന്നിട്ട് വെറുതെ ഒരു ഓട്ടപ്പെട്ട ഒരു ഷീറ്റ് അവരെടുത്തിട്ട് വന്നു. അപ്പുറത്തെ ഒരു വീട് വെറുതെ കിടക്കുന്നുണ്ട്. ഇവര് പാവം പന്നിയൊക്കെ വരുന്ന വെച്ചിട്ട് മറിച്ച് വെച്ചൊരു ഷീറ്റാണ്. അതിനെ പറിച്ചു കൊണ്ടുപോയി സ്വന്തം അമ്മയാണ് ചെയ്യുന്നത്. ആലോചിക്കണം, പറിച്ചു കൊണ്ടുപോയിട്ട് വെറുതെ അവിടെ കുത്തിച്ചേരി വെച്ചിരിക്കുക വീട്ടില്. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്റെ അടുത്തൊന്ന് കരഞ്ഞു ഇവര് കുറെ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണേ ഞാൻ ഷീറ്റ് ഇവിടെ ഞാൻ മറ്റേ ഷീറ്റില് ഈ പണിക്കാരടുത്ത് ചോദിച്ചിട്ട് മുറിഷീറ്റ് വാങ്ങിച്ചു തരാം. അപ്പൊ എന്നിട്ട് അവർക്ക് എടുക്കുകയാണ്. ഇവരുടെ റൂമിൽ കയറിയിട്ട് നടക്കണം. ആ അമ്മയ്ക്ക് ഇവരുടെ റൂമിൽ പോകാൻ പാടില്ല. എന്നിട്ട് അവര് കട്ടെടുക്കണം. കാരണം ഇതൊക്കെയാണ് ഇവരെന്താ പറഞ്ഞുണ്ടാക്കുന്നത് ഇവർക്ക് തന്നെ അറിയുന്നില്ല. മെയിൻ അച്ഛനോട് ഹോബി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ പോയി പറയാം. അതന്നെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്താ കാര്യങ്ങളൊന്നും അറിയാണ്ടാണ് എല്ലാ കുറ്റങ്ങളും അച്ഛമ്മ. നിങ്ങൾ ചിന്തിക്കണം, ഇവര് ഇന്റർവ്യൂവിൽ ഞങ്ങളുടെ തെളിവ് സഹിതം തെളിവുണ്ടെന്ന് അറിയാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പിന്നെ ചിന്തിക്കണം, ഇവർക്ക് വേറെ മക്കൾക്കും ജീവിക്കാനുള്ള ഇതും കൂടി ഇവരിട്ട് ഇതാക്കി ചെയ്തിരിക്കുന്നത്. അതേപോലെ അച്ഛമ്മ വീഡിയോയില് പറയുന്നുണ്ട്, അവൻ ഇങ്ങനെ ഓരോ ഒക്കേഷൻ എന്ന് വെച്ചാൽ ഓരോ വിഷു ഓണത്തിന് മാത്രമേ വിളിക്കത്തുള്ളൂ, ആ കോളൊക്കെ അവള് നിർത്തി എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞു. പറയുമ്പോ അവര് ആലോചിക്കണം, ഒരു ഭർത്താവിന് അവളെ കൊന്നു പറയുമ്പോ അവര് സ്വന്തം മക്കള് പറയുന്നുണ്ട് അച്ഛനെ അമ്മയെ കൊന്നു എന്നുള്ളത്. അതിലൊക്കെ വലിയ ശിക്ഷ അവർക്ക് എന്താ ഉള്ളത്? അവര് ചിന്തിക്കേണ്ട. അത്രയും വയ്യാത്ത ഒരാളെ ഞാൻ, 2 പെൺകുട്ടികളാണ്, എങ്ങനെയും ജീവിച്ചു പോക്കോട്ടെ. ഒരു മകനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇവര് ചെയ്യും. ഞങ്ങളോട് അതില്ല, എന്നാലും ഒരു മകനോട് സ്നേഹം ഏട്ടൻ ഇല്ല എന്നുള്ള ഒരൊറ്റ ധൈര്യത്തിലാണ് ഏട്ടൻ. പക്ഷെ ഏട്ടൻ ബാക്കി വെച്ചിട്ട് പോയ കുറെ കാര്യങ്ങളുണ്ട്. എന്റെ അടുത്ത് ഒരുപാട് തെളിവുണ്ട്. ഇവരെ കുറിച്ച് സംസാരിച്ച കുറെ കാര്യങ്ങൾ. ഇവര് കാരണം ആൾക്ക് അവിടെ ജോലി എടുക്കാൻ പറ്റില്ലടി. എനിക്ക് ഇങ്ങനെ ഏട്ടാ എപ്പോഴും പറയും, ഞാൻ വെള്ളപ്പൊക്കത്തിന് വന്നത്, അങ്ങനത്തെ ഒരു കുടുംബം പറയാൻ എനിക്ക് നാണക്കട പറയും. ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ സത്യങ്ങളാണ്. കാരണം ഏട്ടനെ ഒരു 3-4 കൊല്ലം ഇവര് കൊരങ്ങ് കെട്ടിച്ചിട്ട്
അതിനാണ് എന്റെ ആങ്ങളെ വന്നിട്ട് ഈ അമ്മയുടെ കാല് വന്ന് പിടിച്ചിട്ടാണ് 90 കഴിഞ്ഞിട്ട് എന്നെ കൂടെ കൊണ്ടുവന്നത്. ഇതൊക്കെ അവരിനി നോണാന്ന് പറയും, പക്ഷെ നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഈ വക കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായി എന്നുള്ളതൊക്കെ സത്യങ്ങളാണെന്നുള്ളത് ഒക്കെ അറിയാം. പിന്നെ ഇനി ബാക്കിയുള്ളതിന് മുന്നിൽ പറയും. അവര് പറയുന്നുണ്ട് ഞങ്ങളുടെ സ്നേഹം കൊണ്ട് അവൾ കൊതിച്ചവളാണ്. ഒരിക്കലും ഇല്ല കേട്ടോ. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തൊട്ടേ ഇവര് ഒരു കവറ് കാണാണ്ടായി എന്നെ പറയും, ഒരു കർച്ചീഫ് കാണാണ്ടായി എന്നെ പറയും. ഞാൻ ഇവിടെ വന്ന് പെട്ടിട്ടാണ് അവര് വീട്ടിലൊരു ചെടി ഉണ്ടാവാത്ത പറയും. എന്നും എന്നെ ശാപവാക്കുകളും വെട്ടിക്കൊല്ലണം നിന്റെ അമ്മേനെ നടക്ക ഈ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് ഇവര്. പിന്നെ അതുപോലെ എന്നും ഇവര് സ്നേഹം കണ്ട് ഒരിക്കലും ഞാൻ കൊതിച്ചിട്ടില്ല. ആ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഞാൻ ഇവിടെ വന്ന് പെട്ടതാണെന്നും ഇവർ അത്രയും എന്നെ ഇതാക്കിയിരിക്കണമെന്നാണ്. ഇവര് സ്നേഹം കണ്ട് കൊതിക്കാൻ ഒരു കാരണം ഉണ്ടായിട്ടില്ല. ഇവര് വിളിച്ചിട്ടുണ്ടെന്ന് ശരി ഞങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ ഞങ്ങൾ ആ ശരിക്കുള്ള മുഖം കണ്ടു എന്ന് പറയുന്നു. കാരണം എന്താ വെച്ചാ ഒരു മകൻ പോയിട്ടുള്ള വിഷമത്തിലുള്ള ആള് ഇങ്ങനെ പറയൂ, അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇത് ലാസ്റ്റ് ഇതൊന്നും കൂടി പറയണമെന്ന് തോന്നി കേട്ടോ. അപ്പം ആ ക്ലിപ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണെന്നുള്ളത്. ആ ചേച്ചി തെളിവ് സഹിതം കൊണ്ടുതരാ തെളിവ്. പിന്നെ ആ ചേച്ചീനെ നല്ലൊരു ഗുഡ് ക്വാളിറ്റിയാണ്. ചേച്ചിക്ക് പലതും പറയാൻ പറ്റുന്നില്ല. കാരണം ആ അമ്മയെപ്പോലെ ചേച്ചിക്ക് അറിയാം ഇതൊരു സോഷ്യൽ മീഡിയ ആണ്, അങ്ങനെ വലിച്ചു കീറാൻ പാടില്ല. നമ്മളെ ഫാമിലിയിൽ പല പല പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളൊരിക്കലും ഒരു ബ്ലോഗറാൻ വിചാരിച്ചിട്ട് എല്ലാം അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ തുറന്ന് പറയുകയും കാണിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ അവരെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ അവർ തുറന്ന് പറയില്ല. പക്ഷേ ആ അമ്മേൻ്റെ വീഡിയോൻ്റെ കമൻറ്റിൻ്റെ താഴെയാണ്, അതാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ പ്രേരിപ്പിച്ചേട്ടോ. ആ അമ്മൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോൻ്റെ താഴെ ഒരുപാട് കമൻ്റ് ഉണ്ട്. ആ ചേച്ചീനെ കുറിച്ച് ഇനിയൊന്നും പറയാൻ പാടില്ല. അഭിനയിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇനിയും ഈ അഭിനയം എന്തിന് തുടരുന്നു, അങ്ങനെയൊന്നും ഒരിക്കലും ചോദിക്കരുത്. എടാ നമുക്ക് നേരെ വരുമ്പോൾ ഈ ഒരവസ്ഥ, അതായത് ഈ ചേച്ചിയുടെ ഈ ഒരു അവസ്ഥ നമ്മളെ നേരെ വരുമ്പോൾ നമുക്കും തിരിയുള്ളൂ. ആ ചേച്ചി കൊന്നതാണെന്നാണ് ഈ അമ്മ പറയുന്നത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ആ ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇവരെ വീഡിയോയിൽ കണ്ടത് അവരുടെ ചാനലിൽ. അങ്ങനെ ഒരു ഫാമിലി പ്രശ്നം അതിലില്ല. അപ്പോൾ ഇപ്പം നിങ്ങളെല്ലാവരും ചോദിക്കും, ഓ നിനക്കിതറിയാമല്ലോ, നീ അവരാരുമാണ്. എൻ്റെ ആരുമല്ല, എൻ്റെ നൈബറല്ല, എൻ്റെ ഫ്രണ്ട്സല്ല, ആരുമല്ല. പക്ഷേ എനിക്ക് എന്തോ ആ ചേച്ചി ഇങ്ങനെ കരച്ചിലുള്ളിൽ വെച്ചിട്ട് പൊട്ടിക്ക സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് അത്രയ്ക്ക് സങ്കടമായിപ്പോയി. ഫസ്റ്റത്തെ ആ വീഡിയോ തന്നെ ഞാൻ ചെയ്യാൻ കാരണം തന്നെ അതാണ്. ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ നമ്മളില്ലേ ഒരിക്കലും കാരണം അറിയാണ്ട് നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്താൻ പാടില്ല. ആ അമ്മ എന്തെല്ലാം പറയുന്നത്, എന്നിട്ട് ആ ചേച്ചി ഇപ്പോഴാണ് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത്രയും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചേച്ചീൻ്റെ വീഡിയോ ആ യൂട്യൂബ് ചാനൽ ഉണ്ണിവാവാന്നാണ്, ഞാൻ അവിടെ സ്ക്രീനിൽ കൊടുക്കാം. അവരെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. എത്രയോ വീഡിയോ ഉണ്ട്, എത്രയോ സംതിങ് വീഡിയോ അതിലുണ്ട്. ആ വീഡിയോയിലൊന്നും ആ ചേച്ചിക്ക് ഇങ്ങനൊരു പ്രശ്നമുള്ളതായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഒന്നും ആ ചേച്ചി വെളിപ്പെടുത്തി എന്തിനു പറയുന്ന ആ ചേച്ചി മക്കളോട് വരെ ഇത്രയും ഇടങ്ങാറായതൊന്നും ആ ചേച്ചി വെളിപ്പെടുത്തിയില്ല. അപ്പോൾ പിന്നെ ആ ചേട്ടൻ തന്നെ പറയുന്നുണ്ടല്ലോ അമ്മൻ്റെ സ്വഭാവം, പിന്നെ ആ മക്കൾ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പം പിന്നെ എന്തുകൊണ്ട് ആ ചേച്ചീനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമെന്ന് എനിക്കറിയില്ല. എനിക്ക് സത്യമായിട്ടും എന്തോ എനിക്ക് എന്ത് മനുഷ്യന്മാരല്ലേ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്മാർ വേദന, മറ്റുള്ളവരുടെ വേദന എന്താ പറയുക, അതൊരു രസമായിട്ട് ഓൽക്കൊരു വേറൊരാൾ കരയുമ്പോൾ ഓൽക്കതെന്തോ ഒരു ആഹ്ലാദം അല്ലെങ്കിൽ എന്തോ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന പോലെ. അങ്ങനെയൊന്നും പാടില്ലടാ. നമ്മളൊരിക്കലും അങ്ങനെ പാടില്ല. നമ്മളൊരിക്കലും ഒരാളെ കുറ്റപ്പെടുത്താൻ പാടില്ല. അതാണ് ഞാൻ പറയുന്നത്. കുറ്റപ്പെടുത്തൽ വേണ്ട. നമ്മൾ മറ്റുള്ളവരെ എളുപ്പത്തിൽ കുറ്റപ്പെടുത്താൻ ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. അവരുടെ ഫാമിലിയിൽ നടന്ന കാര്യം അവർ പറയുന്നുണ്ട്, അവർക്കറിയില്ല. എന്നിട്ടും നമുക്ക് അവരൊപ്പരം നിൽക്കാൻ കഴിയില്ലെങ്കിൽ പോട്ടെ, നമുക്ക് അവരൊപ്പരം നിൽക്കാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെ കുത്തി നോവിക്കുന്ന കമൻറ്റ് അവർക്ക് ഇട്ടുകൊടുക്കരുത് പ്ലീസ്. പ്രത്യേകിച്ച് അവർ ഈ ഒരു സിറ്റുവേഷൻ മരിച്ചിട്ട് ഇപ്പോൾ 1 മാസം ആവുന്ന അങ്ങനെ ഉണ്ടാവുള്ളൂ. 1 മാസം ഐ തിങ്ക് ആ 1 മാസം തോന്നുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് അവരെത്ര വേദനയോടെ സഹിച്ച് പൊരിച്ച് അവരിങ്ങനെ നോർമൽ ലൈഫിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ കുത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾ അൺസൈക്കബിളാണ് ശരിക്കും പറഞ്ഞാൽ. അതാ പറഞ്ഞാൽ നമ്മളെ നേരെ വന്നാൽ നമുക്കതിൻ്റെ അതാണ് ഇന്നത്തെ ഈ വീഡിയോ. എനിക്ക് അങ്ങനെ അവരായിട്ടൊരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവരൊരു സബ്സ്ക്രൈബറാണ്. അപ്പം എനിക്കെന്തോ ഭയങ്കര ഫീലിങ്സ് ആയിട്ട് കേട്ടോ. ഈ ഒരു അമ്മ എന്തെല്ലാം പറയും. ഞാൻ പറയും ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനത്തെ ഒരു മദർ ഇൻ ലോ ഉണ്ടോ? ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഫ്രണ്ട്സിനെ പോലെയൊക്കെ ഇതൊക്കെ ശരിക്കും ആ ചേച്ചീൻ്റെ കഥയില്ലേ ശരിക്കും ഒരു ഫിലിമാക്കാം, ഒരു സിനിമ സ്റ്റോറിക്ക് പറ്റിയ കഥ ആ ചേച്ചീൻ്റെ കഥ. അത്രക്കുണ്ട് ആ ചേച്ചിക്ക് പറയാം. എന്നിട്ടും ആ ചേച്ചി മനഃപൂർവ്വം ചിലതൊക്കെ പറയാൻ നിൽക്കുകയും ചെയ്യും. അയ്യമ്മ
ഒരു പക്ഷേ അയമ്മക്ക് അറിയിലേക്കും സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ് ഇങ്ങനെ പ്രചരിക്കുന്നു അറിയിലേക്കും. പക്ഷേ ഞാനതല്ല, അമ്മക്കറിയില്ല പോട്ടെ. ഈ കമൻറ്റ് ചെയ്യുന്നവർ എന്തറിഞ്ഞിട്ട് ഈ കമൻറ്റ് ചെയ്യുന്നത് എത്രത്തോളം വേദന അവർക്കുണ്ടാകുന്നറിയാം. ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് കുറേ വട്ടം ആലോചിച്ചിട്ടുണ്ട്. ഞാൻ മതി ചെയ്യണ്ട. പിന്നെ എനിക്കെന്തോ ആ കമൻറ്റില്ലേ മനസ്സൊന്നും അങ്ങോട്ട് പോകുന്നില്ല. അഭിനയിക്കുകയാണ് ഇപ്പോൾ ചേച്ചി, അങ്ങനെയൊക്കെ ആർക്കും ഇനിയെങ്കിലും അഭിനയം നിർത്തിക്കൂടെ എന്നൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് വായിച്ചു. അവരെ മാനസികാവസ്ഥയിൽ എന്നൊക്കൊന്നും പറഞ്ഞാൽ തീരില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മൾ വരണം, എന്നാലേ തിരിയുള്ളൂ. എന്തെല്ലാം അമ്മ അവരോട് ചെയ്തതിൽ. എന്നിട്ട് അവരൊരു പോലീസിനോടോ അവരെ വീട്ടുകാരോടോ അവർ പറയുന്നുണ്ട്, ഞാൻ ചില കാര്യങ്ങളൊന്നും എൻ്റെ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയും ആ ചേച്ചി സഹിച്ച് പിടിച്ച് നിന്നിട്ടെങ്കിൽ ആ ചേച്ചീൻ്റെ മിടുക്കനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ചേച്ചിനാണ് നിങ്ങൾ അഭിനയം എന്നൊക്കെ പറയുന്നത്. പാടില്ല. നമ്മൾ ആരെയും ഒന്നും അറിയാതെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. അല്ലെങ്കിൽ അവർക്കിപ്പം ആ കുട്ടികളെ അച്ഛൻ മരിച്ചവരെ ഒരുപാട് സൈബർ അറ്റാക്ക് അവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു വഴി അവരിങ്ങനെ നീക്കുകയാണ്. പിന്നെ അവരെ റിയൽ ലൈഫിലേക്ക് ഓരോ ദിവസം കഴിയും തോറും അങ്ങനെ കയറി വരുമ്പോൾ പിന്നെയും ഇങ്ങനത്തെ ഓരോ വാക്ക് പറഞ്ഞു എത്രത്തോളം അവരെ വേദനിപ്പിക്കും. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യം ഞാൻ പറയാം, അവരെത്രത്തോളം വേദനിപ്പിക്കും. നമ്മളും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അവരെ ഈ സിറ്റുവേഷൻ നമുക്ക് വന്നാൽ നമ്മളെങ്ങനെയായിരിക്കും, അത് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്തെന്ന് പറഞ്ഞാലും ആ ചേച്ചിൻ്റെ അടുത്ത് കുറ്റമുണ്ടോ കുറവുണ്ടോ ഒന്നുമല്ല എനിക്കറിയില്ല. ഞാൻ അവരെ സബ്സ്ക്രൈബറാണ്. അവരെ യൂട്യൂബ് ചാനൽ ഇത്രയും അതായത് ഇന്ന് രാവിലെ ഇട്ട വീഡിയോ ഉൾപ്പെടെ എല്ലാ വീഡിയോയും ഞാൻ എപ്പോഴും കാണുന്ന ഒരു യൂട്യൂബ് വ്ളോഗാണ് അവരെ വ്ളോഗ്. അവരെ എല്ലാ വീഡിയോസും ഞാൻ മുടങ്ങാണ്ട് കാണുന്ന, അവർക്ക് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനത്തെ ആ ചേച്ചി അങ്ങനെ ചെയ്യുന്നൊരു ചേച്ചിയല്ല, അതെനിക്ക് ഉറപ്പാണ്. ആ ചേച്ചി പറയുന്നുണ്ട് എൻ്റെ അടുത്ത് തെളിവുണ്ട്. അയ്യമ്മ എന്തെല്ലാം കളവാ പറയുന്നത്. ഇച്ചാതി കളത്തിലായ അമ്മ അതും ഒരു ഉളുപ്പില്ലാണ്ടായ അമ്മ പറയുന്നതിൽ സമ്മതിക്കണം കേട്ടോ. അയ്യമ്മനെ എന്ത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആ ചേച്ചീൻ്റെ ഭാഗത്ത് നിന്നപ്പോൾ എത്ര ആ ചേച്ചി സഹിച്ച് പിടിച്ച് ഇത്ര വരെ എത്തിച്ചില്ലേ ആ ചേച്ചി. എന്തിനു പറയുന്നു, അമ്മ ആ ചേട്ടനില്ലേ മരിച്ചുപോയി, ആ ചേട്ടൻ്റെ അമ്മനെ കുറ്റം പറയും. സ്വന്തം മക്കൾ സ്വന്തം രക്ഷിതാക്കളെ കുറ്റം പറയണമെങ്കിൽ, അതായത് താഴ്ത്തി കെട്ടണമെങ്കിൽ അത്രത്തോളം ആ മക്കളെ മനസ്സിൽ വേദനിച്ചിട്ടുണ്ടാവില്ലേ. എന്നാലല്ലേ, അല്ലാണ്ട് നമ്മളിപ്പോൾ നമ്മളെ ഫാമിലിയിൽ ബാപ്പാനെ അമ്മാനെ അല്ലെങ്കിൽ അച്ഛനെ അമ്മനെ നമ്മളങ്ങനെ കുറ്റപ്പെടുത്തും. അപ്പോൾ അച്ഛനായാലും അമ്മയായാലും ഭാര്യയായാലും ഭർത്താവായാലും നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നാലേ ആ വിലയും നിലയും കിട്ടുള്ളൂ. ആ മക്കൾ പറയുന്നിട്ടില്ലേ, ചേച്ചീനെ രണ്ട് മക്കൾ ഒരു അച്ഛമ്മ എന്നുള്ള വാത്സല്യം ആ മക്കൾക്കില്ല. എന്നിട്ടും ആ ചേച്ചി പറഞ്ഞു കൊടുത്തിട്ട് ആ മക്കളോട് അച്ഛൻ്റെ അമ്മയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊക്കെ ആ ചേച്ചീൻ്റെ ഗുഡ് ക്വാളിറ്റിയാണ്. അതൊന്നും ഞങ്ങൾ അവരടുത്ത് പറയാത്തത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഏതൊരു മനുഷ്യനും ആ മനുഷ്യൻ്റെ നെഗറ്റീവേ, ഇപ്പം നമ്മളിപ്പം മറ്റുള്ളവർ നെഗറ്റീവേ നമ്മളെടുത്ത് പറയില്ല. അവർ പോസിറ്റീവോ അല്ല അവരെന്ത് നമുക്ക് ചെയ്തു തന്നാൽ അത് നമ്മൾ ഒരിക്കലും പറയില്ല. നമ്മൾ എന്താ പറയുക, അവരെ കുറ്റങ്ങൾ അവരങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു, അവരങ്ങനെ ആക്കി മറ്റങ്ങനെ ആക്കി, അതാണ് മെയിനായിട്ട്. ഈ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, അവരവരെ റിയൽ ലൈഫിലേക്ക് പതുക്കെ കയറി വരാൻ ദയവ് ചെയ്തിട്ട് അവരെ നിങ്ങളിനി കമൻറ്റിലൂടെ ഉപദ്രവിക്കാൻ പറ്റില്ല. കാരണം അവർക്കൊരു ലൈഫുണ്ട്. അവർ ഓക്കെ, അവരെ എന്താ പറയുക, ആ കുട്ടികൾ അച്ഛൻ മരിച്ച് ഓക്കെ, പക്ഷെ അവർക്കിനിയും മുന്നോട്ട് ജീവിക്കണം. അവർക്ക് ആരുമില്ല, അവരേ ഉള്ളൂ. അപ്പോൾ ഒരു പക്ഷെ അവർ യൂട്യൂബിലൂടെയൊക്കെ ജീവിക്കാം. ഞാൻ ഒരു പ്രൊമോഷൻ വീഡിയോയിൽ കമൻറ്റ് അത് അവരെ ജീവിത മാർഗ്ഗമാണ്. ഈ പറയുന്ന നിങ്ങൾക്ക് കൊണ്ടു കൊടുക്കാൻ കഴിയുമോ? ആർക്ക് പൈസ ഇട്ട് കൊടുക്കാൻ കഴിയുമോ? അവർക്ക് ജീവിക്കണേ, അവർക്കിനി ജീവിച്ചേ പറ്റുള്ളൂ. അല്ലാണ്ട് ആ അച്ഛൻ ചെയ്ത മാതിരി ആത്മഹത്യയൊന്നും അവർക്കിനി രക്ഷയില്ല. അപ്പോൾ അവർക്ക് ഈ ഒരു രീതിയിലായിരിക്കും ജീവിക്കാൻ പറ്റും. അപ്പോൾ അവർ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ മുന്നോട്ട് പോകും. ഇനി ഭർത്താവ് മരിച്ചല്ലേ വിചാരിച്ചിട്ട്, അതൊക്കെ പണ്ട് എത്രയോ മുന്നേ ഭർത്താവ് മരിച്ചവരെ അറിയില്ല, അടങ്ങി കുത്തിയിട്ട് അങ്ങനെ ഇനിയൊക്കെ കാലം മാറി. ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ലേക്കും. കാലം മാറി, മനുഷ്യനും മാറി. എന്നിട്ടും അവരിങ്ങനെ ദയവ് ചെയ്തൊരൊറ്റ കാര്യം എനിക്ക് പറയാം, ഇനി അവരിങ്ങനെ കുത്തി നോവിക്കരുത്. അവരെ ലൈഫിലായിട്ട് മുന്നോട്ട് പോട്ടെ. എല്ലാവർക്കും ജീവിക്കണം ഈ സമൂഹത്തിൽ. അവർക്കും ജീവിക്കണം, നമുക്കും ജീവിക്കണം, എല്ലാവർക്കും ജീവിക്കണം. പിന്നെന്താ, അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നമ്മളിവിടെ വെച്ച് വേണ്ടിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്കിനി ഇതിനെക്കുറിച്ച് ഇനി ഒരു വീഡിയോ ഞാൻ ചെയ്യൂല കേട്ടോ. കാരണം ഞാൻ ആ വീഡിയോയിൽ ആ ചേച്ചീനെ പറ്റി പറഞ്ഞിട്ടില്ല, ഈ വീഡിയോയിൽ ആ ചേച്ചീനെ പറഞ്ഞു. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അവരവരുടെ രീതിയിൽ ജീവിച്ചോട്ടെ. അവർ കേസ് കൊടുത്തിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ പബ്ലിക് കേരള ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് അറിയട്ടെ. കേട്ടെടുത്തോളം ആർക്കായാലും ഇത് കേൾക്കുമ്പോൾ തോന്നില്ലേ ആ മരണത്തിലൊരു ദുരൂഹതയുണ്ടെങ്കിൽ, എന്താണെന്നറിയില്ല. അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ ദയവ് ചെയ്ത്
ആ ചേച്ചിനെ ഇങ്ങനെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ പാടില്ല. ആ ചേച്ചിനെ മാത്രമല്ല, 2 പെൺകുട്ടികളാണ്, അവർക്ക് മുന്നോട്ട് ഭാവിയിൽ ജീവിതം, അതിനൊക്കെ ഇത് ബാധിക്കും. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഇനി അവരെ സൈബർ അറ്റാക്ക് ചെയ്യാണ്ട് മാക്സിമം പ്ലീസ്, അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ.